ഡിയർ ചിൽഡ്രൻ, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഇവയൊക്കെ ഡിസ്കസ് ചെയ്യാം. സഹകരണ മേഖലയിലെ അത്ഭുതമായ മിൽമ, ദ മിൽക്ക് മാർക്കറ്റിംഗ് ഏജൻസി ഓഫ് കേരളയെക്കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാകില്ലല്ലോ. ദിനം പ്രതി ലക്ഷക്കണക്കിന് ലിറ്റർ പാൽ സംഭരണം, ദശലക്ഷക്കണക്കിന് ക്ഷീര കർഷകർ ഇവരുടെ കഠിനാധ്വാനത്തിലൂടെ പ്രശസ്തമായ അമൂൽ എന്ന ബ്രാൻഡ് നെയിമിൽ പാലും പാലുൽപ്പന്നങ്ങളും, ലക്ഷക്കണക്കിന് ചെറുകിട വിൽപ്പന കേന്ദ്രങ്ങളും. ഇതിനെല്ലാം തുടക്കം 1946 ഡിസംബറിൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിൽ ആരംഭിച്ച അമൂൽ പാൽ സഹകരണ സംഘം എന്ന സ്ഥാപനത്തിൻ്റെ വരവാണ്. ആനന്ദ് ഗ്രാമത്തിൽ ആസ്ഥാനമായുള്ള അമൂൽ എന്നറിയപ്പെടുന്ന കേരള ജില്ലാ പാൽ സഹകരണ യൂണിയൻ ഗണ്യമായി വളർന്നു. മറ്റ് പാൽ സഹകരണ സ്ഥാപനങ്ങളുമായി ഇത് കൈകോർത്തു. അമൂൽ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ഇവർ പാൽ, പാൽപ്പൊടി, വെണ്ണ, നെയ്യ്, ഐസ്ക്രീം, അമൂല്യ, ന്യൂട്രമുൽ എന്നിങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് സുപരിചിതമായ മറ്റൊരു സഹകരണ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണത്. കോഓപ്പറേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതു ലക്ഷ്യം നേടുന്നതിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. തങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കുറേ പേർ സ്വമേധയാ കൂടിച്ചേർന്ന് രൂപീകരിക്കുന്ന സ്ഥാപനമാണ് സഹകരണ സംഘങ്ങൾ അഥവാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. മറ്റു ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മധ്യവർത്തികളുടെ ചൂഷണത്തിൽ നിന്ന് മോചനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. 1912 സഹകരണ നിയമമനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നത് നിർബന്ധമാണ്. ഒരു സഹകരണ സംഘം ആരംഭിക്കുന്നതിന് താരതമ്യേന ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രായപൂർത്തിയായ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംഘം ആരംഭിക്കാവുന്നതാണ്. ഇവയുടെ മൂലധനം അംഗങ്ങൾക്ക് ഓഹരികൾ നൽകിക്കൊണ്ട് സമാഹരിക്കുന്നു. രജിസ്ട്രേഷനോടുകൂടി ഈ സ്ഥാപനത്തിന് നിയമപരമായി പ്രത്യേകമായ നിലനിൽപ്പുണ്ടാകും. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ വോളണ്ടറി അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദെയർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. സാമ്പത്തികവും സാമൂഹികവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ സ്വമേധയാ ഒത്തൊരുമിച്ച് രൂപീകരിക്കുന്ന സംരംഭമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സഹകരണ സംഘങ്ങൾ. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്തരം സഹകരണ സംഘങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, അതായത് പരസ്പര സഹായത്തിലൂടെ സ്വയം സഹായമാവുക, അല്ലെങ്കിൽ ഓർ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഓരോരുത്തരും എല്ലാവർക്കും, എല്ലാവരും ഓരോരുത്തർക്കും. അതായത് ഈച്ച് ഫോർ ഓൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പ്, സ്വയം സഹായമാകുകയാണ്. എങ്ങനെയാണ്? പരസ്പരം സഹായത്തിലൂടെ, മ്യൂച്വൽ ഹെൽപ്പ് വഴി സെൽഫ് ഹെൽപ്പ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വോളണ്ടറി മെമ്പർഷിപ്പ്, അതായത് സ്വമേധയാലുള്ള അംഗത്വം അല്ലെങ്കിൽ തുറന്ന അംഗത്വം എന്നൊക്കെ പറയാം. എനിബഡി ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് ഹിസ് ഓൺ വിഷ് ആൻഡ് ദർ ഈസ് നോട്ട് കമ്പൽസൺ അറ്റ് ഓൾ. ഏത് വ്യക്തിക്കും, ആർക്ക് വേണമെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറാകാം. അവിടെ മതമോ ജാതിയോ ലിംഗവ്യത്യാസമോ ഒന്നും നോക്കത്തില്ല. അറ്റ് ഹിസ് ഓൺ വിഷ് ആൻഡ് ദർ ഈസ് നോട്ട് കമ്പൽഷൻ അറ്റ് ഓൾ. അപ്പോൾ ഒരു സഹകരണ സംഘത്തിലെ അംഗത്വം സ്വമേധയാ ഉള്ളതാണ്. അതായത് ഒരാൾക്ക് ഒരു സഹകരണ സംഘത്തിൽ തൻ്റെ ഇഷ്ടപ്രകാരം അംഗമായി ചേരാം, അല്ലാതെ ആരും നിർബന്ധിക്കില്ല. അതുപോലെ എപ്പോൾ വേണമെങ്കിലും അംഗത്വം ഉപേക്ഷിക്കുകയും ചെയ്യാം. ഇതിനാണ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലീഗൽ സ്റ്റാറ്റസ്. നിയമപരമായ പദവി എന്താണെന്ന് നോക്കാം. ആസ് ദ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി, ഇറ്റ് ഗെറ്റ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്.
നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നിർബന്ധമായത് കാരണം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു നിയമപരമായ പദവിയുണ്ട്. ഇറ്റ്സ് ഗെറ്റ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. നിയമപരമായ ഒരു അസ്തിത്വവും അതുപോലെ തന്നെ ദീർഘനാൾ നിലനിൽപ്പും ഇത്തരം സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി, പരിമിതമായ ബാധ്യത. ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഇവിടെ അംഗങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ പരിമിതമാണ്. ഇവിടെ ഈ സൊസൈറ്റിയുടെ ബാധ്യത തീർക്കാൻ വേണ്ടി ഒരിക്കലും അതിൻ്റെ മെമ്പേഴ്സ് തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ വിനിയോഗിക്കേണ്ടി വരുന്നില്ല. ആ മെമ്പേഴ്സിന് എത്രമാത്രം ഷെയർസ് ആ സൊസൈറ്റിയിലുണ്ടോ അതിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. അതാണ് ലിമിറ്റഡ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കൺട്രോൾ മീൻസ് നിയന്ത്രണം. Control is vested in the hands of board of directors who are elected by the members under the principle of one man one vote. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു നിർവഹണ സമിതിയുടെ കൈകളിലായിരിക്കും സഹകരണ സംഘത്തിൻ്റെ നിയന്ത്രണം. ഇവിടെ ഒരംഗത്തിന് ഒരു വോട്ട് എന്ന തത്വത്തിലായിരിക്കും അവിടെ ആ ഒരു ബേസിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ടിംഗ് സമ്പ്രദായം വഴി ഒരു ജനാധിപത്യ സ്വഭാവം അവിടെ കൈവരികയും ചെയ്യുന്നു. അപ്പം കൺട്രോൾ ആരുടെ കയ്യിലാണ്? കൺട്രോൾ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ നിയന്ത്രണം. അവിടുത്തെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് വൺ മാൻ വൺ വോട്ട് എന്ന അടിസ്ഥാനത്തിലാണ്. അതായത് ഒരാൾക്ക് ഒരു വോട്ടാണ്, അല്ലാതെ ഒരു ഷെയർ ഒരു വോട്ട്, ഒരു വൺ ഷെയർ വൺ വോട്ടല്ല, വൺ മാൻ വൺ വോട്ട് എന്നതാണ് അവിടെ ഉള്ള സമ്പ്രദായം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സർവീസ് മോട്ടീവ്. സേവനം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റെൻഡർ സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് റാദർ ദാൻ പ്രോഫിറ്റ്. ലാഭം നേടുക എന്നതിലുപരി ഇത്തരം സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് സേവനം നൽകുക എന്നതാണ്. നെക്സ്റ്റ്, ഇനി നമുക്കിതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, there should be at least 10 members who are bound together by a common bond belonging to the same locality, class, occupation or having a common economic need. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കുറഞ്ഞത് 10 പേര്, അതായത് ഒരേ ഇക്കണോമിക് നീഡിന് വേണ്ടിയിട്ട് ഒരേ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരേ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരേ തൊഴിലിൽ ഏർപ്പെടുന്ന 10 പ്രായപൂർത്തിയായ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുന്ന സംഘങ്ങളാണ്. അങ്ങനെയാണ് ഈ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പം നമുക്കറിയാം, മിൽമ, ക്ഷീര കർഷകർ അവർ ഒരുമിച്ച് ചേർന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊടുത്തതാണ് മിൽമ, അല്ലേ? അങ്ങനെയാണ് അത് വളർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ കോഫി ബോർഡ് വർക്കേഴ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ഓക്യുപ്പേഷനിലുള്ള അവർ ഒരുമിച്ച് ചേർന്ന് അവർ ഒരേ ലക്ഷ്യത്തോടു കൂടി ഇക്കണോമിക് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊടുത്തിട്ടുള്ള സംഘങ്ങളാണ് ഇത്തരം സംഘങ്ങൾ. അപ്പം എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? ഇനി ദീസ് മെമ്പേഴ്സ് ആർ കോൾഡ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഈ മെമ്പേഴ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്? പ്രൊമോട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ദേ ഷുഡ് പ്രസൻറ്റ് എ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരേ താല്പര്യമുള്ള ഇത് ഇപ്പോൾ ക്ഷീര കർഷകർ അല്ലെങ്കിൽ കാപ്പിത്തൊഴിൽ, അങ്ങനെ അവരെന്താ ചെയ്യുന്നത്? അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർക്ക്, അതായത് ഈ സംഭവം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ജോയിൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മെമ്പേഴ്സിനെ പ്രൊമോട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ സഹകരണ പ്രസ്ഥാനം തുടങ്ങാനായിട്ട് മുൻകൈ എടുത്തു വരുന്ന ഈ ആളുകൾ, അവരാണ് പ്രൊമോട്ടേഴ്സ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ ഒരുമിച്ച് ചേർന്ന ഒരു ആപ്ലിക്കേഷൻ ഈ രജിസ്ട്രാർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. ദിസ് ആപ്ലിക്കേഷൻ ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ്. ഈ ആപ്ലിക്കേഷനകത്ത് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പ്രപ്പോസ്ഡ് നെയിം ഓഫ് ദി സൊസൈറ്റി, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിയുടെ പേര്, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, അതിൻ്റെ ലക്ഷ്യം,
ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തനത്തിൻ്റെ ഏരിയ എവിടെയൊക്കെയാണ്, നേച്ചർ ഓഫ് മെമ്പേഴ്സ് ലയബിലിറ്റി, ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പർട്ടിക്കുലേഴ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു ബി റേസ്ഡ്, എങ്ങനെയാണ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഷെയർ റേസ് ചെയ്യുന്നത്, കോപ്പി ഓഫ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ ബൈലോയുടെ കോപ്പി, ഇതെല്ലാം ഈ ആപ്ലിക്കേഷനോടൊപ്പം ഉണ്ടായിരിക്കണം. After scrutiny, the registrar issues a certificate of registration and thereafter the society can admit new members. അപ്പോൾ ഈ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ എല്ലാം വിശദമായി പരിശോധിക്കും, സ്ക്രൂട്ടനൈസ് ചെയ്യും, പരിശോധിക്കും. അതിനുശേഷം തൃപ്തിപ്പെടുന്നു എങ്കിൽ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിനുശേഷം ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് പുതിയ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ്റെ സ്റ്റേജസ്. ഇനി നമുക്ക് ഇത്തരം സൊസൈറ്റിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്, അതായത് തുല്യ വോട്ടവകാശമാണ് അല്ലേ. അതായത് നേരത്തെ പറഞ്ഞു 1 man 1 vote ആണെന്ന് പറഞ്ഞു, ഓർക്കുന്നില്ലേ ഫീച്ചേഴ്സിനകത്ത്. ഈച്ച് മെമ്പർ ഈസ് ഹാവിംഗ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആസ് ഇറ്റ് ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote. അപ്പോൾ ഒരംഗത്തിന് ഒരു വോട്ട് എന്നതാണ് തത്വം. അല്ല, അവിടെ എന്തുമാത്രം ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നല്ല കണക്കാക്കുന്നത്, എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരു വോട്ടാണ്. അപ്പോൾ ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ് എല്ലാ മെമ്പേഴ്സിനും എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു മെറിറ്റ് ആണല്ലോ. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി പരിമിതമാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഓരോ മെമ്പറുടെയും ബാധ്യത എന്ന് പറയുന്നത് അവരെത്രമാത്രം ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, അതിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇൻ കേസ് ലോസ് സംഭവിച്ചെന്നാലും ഈ മെമ്പേഴ്സിന് നഷ്ടപ്പെടുന്നത് അവരുടെ സൊസൈറ്റിയിലുള്ള ഷെയറാണ്, അതല്ലാതെ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സൊസൈറ്റിയുടെ ബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ളത് മറ്റൊരു മെറിറ്റായിട്ട് പറയാം. നെക്സ്റ്റ്, സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സുസ്ഥിരമായ നിലനിൽപ്പാണ്. ദ എക്സിസ്റ്റൻസ് ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് മെമ്പേഴ്സ്. അപ്പം ഒരു സൊസൈറ്റിയിലെ ഒരാളുടെ മരണം, പാപ്പരത്വം, ബുദ്ധിഭ്രമം ഇവയൊന്നും സംഘത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. ഇപ്പം ഒരു മെമ്പർ മരണപ്പെട്ടു പോയി എന്നോർത്തുകൊണ്ട് അവിടെ ആ സൊസൈറ്റി ഇല്ലാതാകുന്നില്ല, അവിടെ അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കും. കാരണം എന്താ, ഇത്തരം സൊസൈറ്റിക്ക് നിയമപരമായ ലീഗലായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലേ, ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം സ്റ്റേബിൾ എക്സിസ്റ്റൻസ് എന്നുള്ളത് മറ്റൊരു മെറിറ്റായിട്ട് പറയാം. നെക്സ്റ്റ്, ഇക്കോണമി ഇൻ ഓപ്പറേഷൻസ്, പ്രവർത്തന ചെലവിലെ മിതത്വം. ഇവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ കുറഞ്ഞ ചെലവേ വരുന്നുള്ളൂ. ടു എലിമിനേറ്റ് മിഡിൽ മാൻ, ദ മെമ്പേഴ്സ് ഓഫർ ഹോണററി സർവീസ് ടു ദി സൊസൈറ്റി വിച്ച് വിൽ ഇൻ ടേൺ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഹോണററി സർവീസ് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാം അവരുടെ ഉപചാരപൂർവമുള്ള സേവനങ്ങൾ അങ്ങനെ അവർ ഈ മെമ്പേഴ്സ് തന്നെ അവിടെ സർവീസ് ചെയ്യുകയാണ്, അവർ സ്വമനസാലെ. അപ്പോൾ അവിടെ അവർ മിഡിൽ മാൻമാരെ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു, മധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ മെമ്പേഴ്സ് തന്നെ പരസ്പരം പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രവർത്തന ചെലവ് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ മിഡിൽ മാൻ ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ മിഡിൽ മാൻമാരൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവർ മെമ്പേഴ്സിനെ ചൂഷണം ചെയ്യും. അപ്പോൾ ഇവർ നേരിട്ട് തന്നെ ഇപ്പം ഒരു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങൾ അവർ തന്നെ സ്വയം സംഭരിച്ച് അവരുടെ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റിലൂടെ വിതരണം നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തന ചെലവ് പരമാവധി കുറയ്ക്കുന്നതിന് സാധിക്കുന്നു. നെക്സ്റ്റ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് പ്രൊവൈഡ്സ് വേരിയസ് സപ്പോർട്ട് സച്ച് ആസ്
ലോ ടാക്സസ്, സബ്സിഡീസ്, ഗ്രാൻസ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ലോൺസ് എക്സെട്ര. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ, അതായത് വൺ മാൻ വൺ വോട്ടാണ് അല്ലേ, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിനാൽ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കുറഞ്ഞ ടാക്സ്, ലോ ടാക്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. പലതരത്തിലുള്ള സബ്സിഡീസ്, ആനുകൂല്യങ്ങൾ, ഗ്രാൻറ്റുകൾ, കുറഞ്ഞ പലിശയ്ക്ക് ലോൺസ്, ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് പല സപ്പോർട്ടും ഇത്തരം സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ മറ്റൊരു മെറിറ്റായിട്ട് പറയാം. നെക്സ്റ്റ്, ഈസി ഫോർമേഷൻ, രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ്. നോ കോംപ്ലക്സ് ലീഗൽ ഫോർമാലിറ്റീസ് ആർ റിക്വയർഡ് ടു ഫോം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് ഒരുപാട് സങ്കീർണമായ നൂലാമാലകളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയത് 10 പേരുണ്ടെങ്കിൽ ഒരു സഹകരണ സംഘം ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ വളരെ എളുപ്പമാണ്. കണ്ടില്ല, ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. അപ്പോൾ ഇതൊക്കെ രൂപീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇത്തരം സൊസൈറ്റികളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്, അതായത് പരിമിത വിഭവങ്ങളെ ഉള്ളൂ എന്ന്. ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ റിവേർട്സ് ദ മെമ്പേഴ്സ് ടു ഇൻവെസ്റ്റ് മോർ ക്യാപിറ്റൽ. നമ്മളിവിടെ പറഞ്ഞു ഇവിടുത്തെ വോട്ടിംഗ് എങ്ങനെയാണ്, വൺ മാൻ വൺ വോട്ടാണ്. അപ്പം അതുപോലെ തന്നെ ഇത്തരം സൊസൈറ്റികളുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെമ്പേഴ്സ് ഒരുപാട് ഷെയർസ് ഒന്നും എടുക്കാൻ താല്പര്യപ്പെടില്ല. അപ്പം മെമ്പേഴ്സ് ഷെയർ ഒക്കെ എടുത്താലല്ലേ കൂടുതൽ ക്യാപിറ്റൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ ഈ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ കയ്യിൽ നിന്നുമുള്ള റിസോഴ്സാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഈ സഹകരണ സംഘങ്ങൾക്ക് പരിമിതമായുള്ള ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, കാര്യക്ഷമമല്ലാത്ത മാനേജ്മെൻറ്റ്. ഓഫീസ് ബെയറേഴ്സ് ആർ ഇലക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് ദേ മേ നോട്ട് ബി കോമ്പീറ്റൻറ്റ്. നമ്മൾ പറഞ്ഞു ഈ തരം സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്, അവരെ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ അംഗങ്ങളാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓഫീസ് ബെയറേഴ്സ് ആർ എലക്റ്റഡ് ഫ്രം മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദേ മേ നോട്ട് ബി കോമ്പീറ്റൻറ്റ്, അവർ ഈ എല്ലാ മേഖലകളിലും കോമ്പീറ്റൻ്റ് ആകണമെന്നില്ല, അവർക്ക് ഇത്തരം സൊസൈറ്റി നയിക്കാനുള്ള ഒരു നേതൃപാഠവും ഉണ്ടായിരിക്കണമെന്നില്ല. മറ്റു വലിയ കമ്പനികളിലൊക്കെ നിയമിക്കുന്നത് പോലെ ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെയൊന്നും അപ്പോയിൻറ്റ് ചെയ്യാൻ ഇത്തരം സംഘങ്ങൾക്ക് ആകില്ല, അതിനുള്ള ശേഷി അവർക്കില്ല. അപ്പം ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് ഉള്ള ഒരു ദോഷമാണ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ കാര്യക്ഷമ അല്ലാത്ത മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ബിസിനസ് സീക്രസി കുറവാണെന്ന്, ബിസിനസ് സീക്രസിയുടെ അഭാവം. ദ ജനറൽ ബോഡി ഓപ്പൺലി ഡിസ്കസസ് ഓൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് ദി സൊസൈറ്റി വിത്തൗട്ട് എനി സീക്രസി. അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബോർഡ് മീറ്റിംഗ് കൂടിയാണ്. അപ്പോൾ ഇവിടെ മീറ്റിങ്ങിൽ അവിടുത്തെ മെമ്പേഴ്സ് സൊസൈറ്റിയുടെ പ്രവർത്തന സംബന്ധമായ എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യുകയും അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് അവർക്കിടയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരം സൊസൈറ്റിക്ക് ബിസിനസ് സീക്രസി കുറവാണെന്ന് പറയാം. അതായത് ഇത്തരം സംഘങ്ങളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. അത് ആക്ട് പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബിസിനസ് സീക്രസി കുറവാണ് എന്നത് മറ്റൊരു പോരായ്മയായിട്ട് പറയാം. നെക്സ്റ്റ്, എക്സസീവ് ഗവൺമെൻറ് കൺട്രോൾ. പലപ്പോഴും ഗവൺമെൻറ് അമിതമായിട്ട് നിയന്ത്രണങ്ങൾ എടുത്താനായിട്ട് സാധ്യതയുണ്ട്. എക്സസീവ് ഗവൺമെൻറ് കൺട്രോൾ ഇറ്റ് വിൽ അഫക്റ്റ് ദ സ്മൂത്ത് ഫങ്ഷനിങ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺട്രോൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്യും, അതിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഗവൺമെൻറ് എക്സസീവ് കൺട്രോൾ ഏർപ്പെടുത്തുന്നത്? കാരണം മുമ്പേ പറഞ്ഞു ഗവൺമെൻറ് പല സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. അതായത് ഈ സ്ഥാപനത്തിലെ അക്കൗണ്ടുകളും മറ്റിടപാടുകളുമൊക്കെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്.
അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും അതുകൂടാതെ പല കാര്യങ്ങളിലും ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇത്തരം സംഘങ്ങളെ പല ചട്ടങ്ങളും വ്യവസ്ഥകളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് പറയും. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് എമംഗ് ദി മെമ്പേഴ്സ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദി ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ ഈ മാനേജിങ് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സഹകരണ സ്ഥാപനത്തിലെ മാനേജിങ് കമ്മിറ്റിയും അവിടുത്തെ അംഗങ്ങളും തമ്മിൽ, മെമ്പേഴ്സും തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് പല ഒപ്പീനിയൻസ് വരുമല്ലോ, അത് സംഘർഷത്തിലേക്ക് നയിക്കുകയും അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റിലേക്ക് നോക്കുക. കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. The cooperative society is a voluntary association of persons who join together with the motive of welfare of members. The word cooperative means working together and with others for a common purpose. നേരത്തെ പറഞ്ഞു, കോഓപ്പറേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൊതു ലക്ഷ്യം നേടുന്നതിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഇനി ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണല്ലേ, അതായത് വ്യക്തികളുടെ ഒരു സ്വതന്ത്ര അസോസിയേഷനാണ്. ഹു ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കുറേ പേർ സ്വമേധയാ കൂടിച്ചേർന്ന് രൂപീകരിക്കുന്ന സ്ഥാപനമാണ് സഹകരണ സംഘങ്ങൾ. The cooperative society is compulsory required to be registered under the Cooperative Societies Act 1912. 1912 സഹകരണ നിയമം അനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നത് നിർബന്ധമാണ്, കമ്പൽസറിയാണ്. Required is the consent of at least 10 adult person to form a society. അപ്പം ഇത്തരം സൊസൈറ്റി ആരംഭിക്കുന്നതിന് പ്രായപൂർത്തിയായ 10 പേരുണ്ടെങ്കിൽ, 10 പേരുടെ സമ്മതമുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സൊസൈറ്റികൾ ആരംഭിക്കാവുന്നതാണ്. The capital of a society is raised from its members through issue of shares. ഇത്തരം സൊസൈറ്റികളുടെ ക്യാപിറ്റൽ അവിടുത്തെ മെമ്പേഴ്സിന് ഷെയറുകൾ അല്ലെങ്കിൽ ഓഹരികൾ നൽകിക്കൊണ്ടാണ് സമാഹരിക്കുന്നത്. ദ സൊസൈറ്റി അക്വയേഴ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ. ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവയ്ക്ക് നിയമപരമായിട്ട് പ്രത്യേകമായ ഒരു നിലനിൽപ്പ് കൈവരുന്നു. നെക്സ്റ്റ്, ഫീച്ചേഴ്സ്. ഫസ്റ്റ്, വോളണ്ടറി മെമ്പർഷിപ്പ്. ദ മെമ്പർഷിപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വോളണ്ടറി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ളതാണ്. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരമാണ് മെമ്പേഴ്സ് അതിനകത്ത് അംഗത്വം എടുക്കുന്നത്. എ പേഴ്സൺ ഈസ് ഫ്രീ ടു ജോയിൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്യാൻ ഓൾസോ ലീവ് എനി ടൈം ആസ് പെർ ഹിസ് ഡിസയേഴ്സ്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഒരാളെയും നിർബന്ധിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും തനിക്ക് അംഗത്വം വേണ്ട എന്ന് വെച്ചെന്നാൽ എപ്പോൾ വേണമെങ്കിലും ആ സൊസൈറ്റിയിൽ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനൊരു നോട്ടീസ് നൽകിയ ശേഷം ആ മെമ്പർഷിപ്പ് നമുക്ക് ഉപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. Membership is open to all irrespective of their religion, caste and gender. അതായത് ഇത്തരം സഹകരണ സംഘങ്ങളുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാണ്. ജാതി, മതം, ലിംഗം ഇവയൊന്നും അതിന് തടസ്സമില്ല. ഏത് ജാതിയിലുള്ള ആയിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഏവർക്കും മെമ്പർഷിപ്പ് ലഭ്യമാണ്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം, അതുപോലെ എപ്പോൾ വേണമെങ്കിലും വേണ്ട എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ലീഗൽ സ്റ്റാറ്റസ്. രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. ദിസ് അക്കോർഡ്സ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ടു ദ സൊസൈറ്റി വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷനിലൂടെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അവിടെ ഉണ്ടാകുന്നു. ദ സൊസൈറ്റി ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ആൻഡ് ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് നെയിം, സ്യൂ ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടാകുന്നത് കാരണം ഇത്തരം സംഘങ്ങൾക്ക് സ്വന്തം പേരിൽ കരാറിലേർപ്പെടാനും സ്വത്ത് സമ്പാദിക്കാനും വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും.
അപ്പോൾ ഈ ലീഗൽ സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ ഗുണമാണത്. അപ്പോൾ ഇത്തരം സൊസൈറ്റികൾക്ക് സൊസൈറ്റിയുടെ പേരിൽ തന്നെ കരാറുകളിൽ ഏർപ്പെടാനും ഈ സൊസൈറ്റിയുടെ പേരിൽ മറ്റു പ്രോപ്പർട്ടികൾ വാങ്ങാനും സൊസൈറ്റിയുടെ പേരിൽ തന്നെ ആർക്കെങ്കിലും എതിരെയൊക്കെ കേസുകൾ ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്കെതിരെ മറ്റുള്ളവർക്ക് കേസ് ഫയൽ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതൊക്കെ സാധ്യമായത് ഇതിന് ലീഗൽ സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് ലീഗൽ സ്റ്റാറ്റസ് കിട്ടിയത്? ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം, നിർബന്ധമാണ് അല്ലേ? കമ്പൽസറി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെയാണ് ഇത്തരം സൊസൈറ്റികൾക്ക് ലീഗൽ സ്റ്റാറ്റസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഒരു സോൾ ട്രേഡിംഗ് ഫേമിനോ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഇത് രജിസ്ട്രേഷനിലൂടെ കൈവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതുവഴി സൊസൈറ്റിക്ക് മറ്റു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, പ്രോപ്പർട്ടി ഓൺ ചെയ്യാം സൊസൈറ്റിയുടെ പേരിൽ തന്നെ. അതൊക്കെ അതുവഴി കിട്ടുന്ന മെച്ചങ്ങളാണ്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി, പരിമിതമായ ബാധ്യതയാണ്. The liability of the members of a cooperative society is limited to the extent of the amount contributed by them as capital. ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അവരെത്രമാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊതുങ്ങി നിൽക്കുന്നതാണ്. അതല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നില്ല ഇത്തരം സംഘങ്ങളുടെ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദം ആസ് ക്യാപിറ്റൽ. അതായത് ഈ മെമ്പേഴ്സ് എത്ര രൂപ ക്യാപിറ്റലായിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ടോ അതിലൊരുങ്ങി നിൽക്കുന്നതാണ് അവരുടെ ബാധ്യത. അപ്പം നഷ്ടം വന്നാലും അവരുടെ ഷെയർ മാത്രമേ നഷ്ടപ്പെടുന്നു. സൊസൈറ്റിയിൽ എത്ര ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്ര മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, അതല്ലാതെ പേഴ്സണൽ പ്രോപ്പർട്ടി പോകത്തില്ല. നെക്സ്റ്റ് കൺട്രോൾ. In a cooperative society, the power to take decisions lies in the hands of an elected managing committee. ഈ സഹകരണ സംഘങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അതായത് മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. അവരാണ് ഈ സൊസൈറ്റിയിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി. ആൻഡ് ദിസ് ലെൻസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി എ ഡെമോക്രാറ്റിക് ക്യാരക്ടർ. അപ്പം ഈ കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു വോട്ടിലൂടെ ആയിരിക്കും. അതായത് ഓരോ മെമ്പേഴ്സിനും 1 വോട്ട് കൊടുത്തുകൊണ്ട് വോട്ട് ജയിച്ചായിരിക്കും ഈ കമ്മിറ്റിയിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഡെമോക്രാറ്റിക് രീതിയിലാണ് എന്ന് പറയാം. നമുക്ക് ഡെമോക്രാറ്റിക് കൺട്രോൾ ഇവിടെ സാധ്യമാണ് എന്ന് പറയാം. അത് മറ്റൊരു ഫീച്ചറാണ് ഇത്തരം സംഘങ്ങളുടെ. ഇനി നെക്സ്റ്റ് സർവീസ് മോട്ടീവ്. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സേവനമായിരിക്കും. ദ പ്രൈമറി എൻ്റെ എക്സ്പ്ലനേഷൻ ഇത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒറ്റ പോയിന്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റെൻഡർ മാക്സിമം സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സിന് സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ്, സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ ഇത്തരം സൊസൈറ്റികളുടെ സർപ്ലസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് മറ്റൊരു ഫീച്ചറായിട്ട് 6th പോയിൻ്റായിട്ട് നമുക്ക് കാണിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഇഫ് എനി സർപ്ലസ് ഈസ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ്സ്റ്റ് ദി മെമ്പേഴ്സ് ആസ് ഡിവിഡൻറ്റ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ bylaws of the society. അതായത് ഇവിടെ സർവീസാണ് ലക്ഷ്യമെങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സർപ്ലസ്, അതായത് അധികമായിട്ട് കിട്ടുന്ന ആ ലാഭം എന്ന് പറയുന്നത് അത് അവിടുത്തെ മെമ്പേഴ്സിന് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇഫ് എനി സർപ്ലസ് ഈസ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട്സ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ, ഇതിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന സർപ്ലസ് അവിടുത്തെ മെമ്പേഴ്സിന് തന്നെ വിതരണം ചെയ്യുന്നു. ആസ് ഡിവിഡൻ്റ് ആയിട്ട് ലാഭവിഹിതമായിട്ട് കൊടുക്കുന്നു. ഇൻ കൺഫോമിറ്റി വിത്ത് ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ നിയമാവലിക്ക് അനുസൃതമായിട്ട് അവിടുത്തെ മെമ്പേഴ്സിന് തന്നെ ഡിവിഡൻ്റായിട്ട് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് സൊസൈറ്റികളുടെ ഫീച്ചേഴ്സ് എന്ന ഹെഡിൽ വരുന്നത്. നെക്സ്റ്റ് മെറിറ്റ്സ്. ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്വാളിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്സ്, തുല്യമായ വോട്ടിംഗ് അവകാശം. ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote ഗവേൺസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നയിക്കപ്പെടുന്നത്. 1 man 1 voteലാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ എ മെമ്പർ, ഈച്ച് മെമ്പർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഈക്വൽ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ എത്ര ഓഹരികളുണ്ടെങ്കിലും ഒരു മെമ്പർക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
ആയതിനാൽ എല്ലാവർക്കും തുല്യ വോട്ടവകാശമാണുള്ളത്. അപ്പം 100 ഷെയർ ഉള്ള വ്യക്തിക്കും 1 ഷെയർ ഉള്ള വ്യക്തിക്കും വോട്ടവകാശം എന്ന് പറയുന്നത് ഒറ്റ വോട്ടാണ്. 1 man 1 vote. 1 man 1 vote ആണ്, അല്ലാതെ 1 ഷെയർ 1 vote അല്ല. ക്ലിയർ? നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ഇത്തരം സംഘങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ പരിമിതമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇത്തരം സഹകരണ സംഘങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ബാധ്യത അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് ആനുപാതികമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. The personal assets of the members are therefore safe from being used to repay business debt. അതുകൊണ്ട് അവരുടെ പേഴ്സണൽ സ്വത്ത്, സ്വകാര്യ സ്വത്ത് യാതൊരു കാരണവശാലും ബിസിനസ്സിൻ്റെ കടങ്ങൾ തീർക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ലയബിലിറ്റീസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ്, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, സ്ഥായിയായ നിലനിൽപ്പ്, സ്ഥിരമായ നിലനിൽപ്പ്. ഡെത്ത്, bankruptcy or insanity of the members do not affect continuity of a cooperative society. അതായത് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളുടെ മരണം, ഡെത്ത്, മരണം, ബാങ്ക്രപ്റ്റസി അതായത് പാപ്പരായി പോകൽ, ഇൻസാനിറ്റി മീൻസ് മനോരോഗം, ഇവയൊന്നും ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയെ ബാധിക്കുന്നില്ല. അപ്പം അംഗങ്ങൾ മാറി മാറി വന്നാലും സ്ഥാപനം എന്നും നിലനിൽക്കും. അപ്പോൾ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഇക്കോണമി ഇൻ ഓപ്പറേഷൻസ്, കുറഞ്ഞ പ്രവർത്തന ചെലവ്. ആസ് ദ ഫോക്കസ് ഈസ് ഓൺ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് കോസ്റ്റ്. ഈ സഹകരണ സംഘങ്ങളുടെ എല്ലാം ഫോക്കസ് എന്ന് പറയുന്നത് മധ്യവർത്തികളെ ഒഴിവാക്കുകയാണ്. അവർ മിഡിൽ മാൻമാരെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ തന്നെയാണ് സേവനങ്ങൾ സൗജന്യമായിട്ട് നൽകുന്നത്. അപ്പം മധ്യവർത്തികളെ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം തന്നെ. The customers or producers themselves are members of the society and hence the risk of bad debt is low. അപ്പോൾ ഇവിടെ ഉപഭോക്താക്കളും ഉൽപ്പാദകരും സംഘത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടം പോലുള്ള നഷ്ടസാധ്യതകളൊക്കെ ഇത്തരം സൊസൈറ്റിക്ക് വളരെ കുറവാണ്. നെക്സ്റ്റ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, സർക്കാർ സഹായം. The cooperative society get support from the government in the form of low taxes, subsidies and low interest rate on loans. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം സ്ഥാപനങ്ങൾ ഡെമോക്രാറ്റിക് വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ സർക്കാർ ഇത്തരം സംരംഭങ്ങൾക്ക് പല സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് അല്ലേ. അതായത് ഇവരുടെ സർക്കാർ നൽകുന്ന സഹായം എന്ന് പറയുന്നത് കുറഞ്ഞ ടാക്സ്, ലോ ടാക്സ്, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്ക്, സബ്സിഡി, ഇങ്ങനെയൊക്കെയുള്ള പ്രോത്സാഹനങ്ങൾ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ഈസ് ഓഫ് ഫോർമേഷൻ, അതായത് രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ്. The cooperative society can be started with a minimum of 10 members. ഒരു സൊസൈറ്റി ആരംഭിക്കാൻ കുറഞ്ഞത് 10 അംഗങ്ങളെങ്കിലും മതി അല്ലേ. The registration procedure is simple, involving a few legal formalities. ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നതും വളരെ ലളിതമാണ്. നേരത്തെ പറഞ്ഞല്ലോ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയർ സ്ലൈഡിൽ പറഞ്ഞ ഓർക്കുന്നില്ലേ. വളരെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഫോർമേഷൻ ഈസ് ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻസ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇത് ഫോം ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഇതിൻ്റെ മെറിറ്റ്സ്. നെക്സ്റ്റ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്, വിഭവങ്ങൾ പരിമിതമാണ്. റിസോഴ്സസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മെമ്പേഴ്സ് വിത്ത് ലിമിറ്റഡ് മീൻസ്. ഈ ഇത്തരം സഹകരണ സംഘങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ അംഗങ്ങളിൽ നിന്നും കിട്ടുന്ന ഷെയറാണ് അല്ലേ. അപ്പം ഇവരാണെങ്കിൽ കുറഞ്ഞ ഡിവിഡൻ്റ് ആണ്, ലാഭവിഹിതമൊക്കെ സൊസൈറ്റിയുടെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറവായതുകൊണ്ട് ആളുകൾ ഒരുപാട് ഷെയറുകൾ എടുക്കുക അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നതിന് പലപ്പോഴും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന റിസോഴ്സസ്, വിഭവങ്ങൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അണേബിൾ ടു അട്രാക്ട് ആൻഡ് എംപ്ലോയ് എക്സ്പേർട്ട് മാനേജേഴ്സ് ബിക്കോസ് ദെയർ ഇൻഎബിലിറ്റി ടു പേ ദം ഹൈ സാലറീസ്. ഇപ്പോൾ ഉയർന്ന സാലറി അല്ലെങ്കിൽ വേതനമൊക്കെ നൽകി മിടുക്കരായ മാനേജർമാരെ നിയമിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ എല്ലാ സഹകരണ സംഘങ്ങൾക്കും ഉണ്ടാകണമെന്നില്ല. അപ്പം
ഇതിൻ്റെ ഒരു പോരായ്മ എന്താണ്? ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ അംഗങ്ങൾ തന്നെ സൗജന്യ സേവനം നൽകുന്നതാണ് അല്ലേ. അപ്പം അവരുടെ ഈ അംഗങ്ങൾ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അവരെല്ലാ മേഖലയിലും എക്സ്പേർട്ട് ആകണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഇവരുടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി പലപ്പോഴും അപര്യാപ്തമാകാൻ അല്ലെങ്കിൽ കാര്യക്ഷമത കുറവ് നേരിടുന്നത് വഴിതെളിക്കും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സീക്രസി, രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നില്ല. As a result of open discussions in the meeting of members as well as disclosure obligations as per the Societies Act, it is difficult to maintain secrecy about the operations of a cooperative society. അംഗങ്ങളുടെ പൊതുയോഗങ്ങളിൽ തുറന്ന ചർച്ച നടക്കുന്നതിനാലും സഹകരണ സംഘ നിയമം അനുസരിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ബാധ്യതാമൂലവും ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക ഏറെ പ്രയാസകരമാണ്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ അവരുടെ നിയമം അനുസരിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, ഗവൺമെൻറ് കൺട്രോൾ, സർക്കാരിൻ്റെ നിയന്ത്രണം. Cooperative societies have to comply with several rules and regulations related to the auditing of the accounts, submission of accounts, etc. ഈ ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് പലതരത്തിലുള്ള സർക്കാർ സഹായങ്ങളും ലഭ്യമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ച് ചില സർക്കാർ നിയന്ത്രണങ്ങളും ഇവർക്ക് ബാധകമാണ്. അപ്പോൾ സഹായം കൊടുക്കുമ്പോൾ പല കാര്യത്തിലും ഗവൺമെൻറ് ഇവരെ കൺട്രോൾ ചെയ്യും. ഓഡിറ്റും വാർഷിക കണക്കുകളുടെ സമർപ്പണവും എല്ലാം ഇതിന് ചില ഉദാഹരണങ്ങളാണ്. കൂടാതെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ ഇടപെടൽ പലപ്പോഴും ഇവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ബാധിക്കുകയും ചെയ്യും. ഉണ്ടോ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ നെഗറ്റീവ്ലി അഫക്ട്സ് ഇറ്റ്സ് ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. ഇപ്പം ഈ പ്രൈമറി സംഘങ്ങളെ അവരുടെ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ ഒക്കെ ഇടപെടൽ ഇത്തരം സംഘങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും. അത് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ കുറയ്ക്കും. നെക്സ്റ്റ്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഇന്റേണൽ ക്വാറൽസ് അറൈസിങ് ആസ് എ റിസൾട്ട് ഓഫ് കോൺട്രറി വ്യൂസ് മേ ലീഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും വ്യക്തി താല്പര്യങ്ങളും സ്വജനപക്ഷപാതവും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനുമൊക്കെ ഇടയാകും. അപ്പം പല മെമ്പേഴ്സ് അല്ലേ വരുന്നത്, അവർ തമ്മിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പലതായിരിക്കും. അപ്പോൾ അവിടെ എന്തായാലും പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയാം. അപ്പം ഇവയൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിമിറ്റേഷൻസ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.